ഹലോ! അനിയത്തി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവളൊരു പാനിപൂരിയുടെ ഒരു റെഡിമെയ്ഡ് പാക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വാങ്ങിയപ്പോൾ എനിക്കും കൂടി ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സംഭവം ഫസ്റ്റ് ടൈമാണ്. ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാമെന്ന് കരുതി. നോമ്പ് മുറിക്കുമ്പോൾ ഇത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എന്നാലും ഇതൊന്ന് കഴിക്കാമെന്ന് കരുതി. പൂരിയുടെ പാക്കറ്റ് ഉണ്ട്. അതിനകത്തൊരു 25, 26ഓളം പൂരി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാണ്. കാണുമ്പോൾ തീരെ കുഞ്ഞാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാലയൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് തൻ്റെ സ്വീറ്റ് ചട്നി ഇല്ലേ, അതിൽ വരുന്ന ആ ഒരു ഈന്തപ്പഴവും ആ പുളിയും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള സ്വീറ്റ് ചട്നി ഉണ്ട്. അതുപോലെ ആ ഒരു ഗ്രീൻ ചട്നി, മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ചട്നിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്. അതുപോലെ പിന്നെ സീസണിങ്, ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന ആ ഒരു സീസണിങ്, നമുക്ക് പൊട്ടറ്റോ മാത്രം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ. സംഭവം നോക്കാം, കൊള്ളാമോ നോക്കാം. ഞാനത് പൊട്ടിച്ചിട്ട് ഫസ്റ്റ് ആ ഒരു ഗ്രീൻ ചട്നി പൊട്ടിച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള ചട്നി, നമ്മുടെ ആ ഒരു പുളിയും ഈന്തപ്പഴവും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ചട്നി. പക്ഷേ അതിൽ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തതൊന്നും ഓവറായിപ്പോയി. ഞാനല്ല, എൻ്റെ മോളാണ് ആ ഒരു വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എന്തായാലും ലൂസായിപ്പോയി. സാധാരണ ആ ഒരു ചട്നി കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പാക്കറ്റ് പൊളിച്ചപ്പോൾ പൂരി കാണുമ്പോൾ ഒരു രൂപ തൊട്ടിൻ്റെ വലിപ്പത്തിലേ ഉള്ളൂവെങ്കിലും അതൊന്ന് എണ്ണയിലോട്ട് ഇടുമ്പോൾ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു വലിപ്പത്തിൽ തന്നെ പൂരി കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു പാക്കറ്റിൽ 49 റുപ്പീസാണ് MRP ഉണ്ടായിരുന്നത്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ്. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് എന്തായാലും കിട്ടില്ല. നോമ്പ് മുറിക്കുന്ന ടൈമിൽ മറ്റുള്ള ഫുഡുകളുടെ കൂട്ടത്തിൽ എന്തായാലും കഴിച്ചു നോക്കാമെന്ന് കരുതി. ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി. എന്നാലും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. പൂരിക്ക് മാത്രം പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ആ ജ്യൂസൊന്നും അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ.